പ്രിയപ്പെട്ട നമസ്കാരം. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടിയെ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കുട്ടിയെ മറ്റു കുട്ടിയെ സംഘം ചേർന്നുകൊണ്ട് വളരെ മൃഗീയമായ രീതിയിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. സംഘം ചേർന്ന് ആക്രമിക്കുന്നു, അത് മറ്റുള്ളവർ അത് ഷൂട്ട് ചെയ്യുന്നു, അത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അവർ അത് പോസ്റ്റ് ചെയ്ത് അവർ ആസ്വദിക്കുകയാണ്. മലയാളിയെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിനവും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സാംസ്കാരിക കേരളത്തിന്, നമ്മുടെ സമൂഹത്തിന് എന്തൊക്കെയോ ചില പോരായ്മകൾ, ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മതിയാവും. പുതുതലമുറയിലെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർക്ക് എന്താണ് പറ്റിയത്? കുറച്ചു കാലം മുമ്പൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ അനുവാദത്തോടു കൂടി, സ്നേഹത്തോടും പരിചരണത്തോടും കൂടിയാണ് മുമ്പത്തെ കാലത്ത് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ രക്ഷിതാക്കളുടെ അനുവാദം പോലും ഇല്ലാതെയാണ് കുട്ടികൾ പല സ്ഥലങ്ങളിലും പോവുകയും വരികയും ചെയ്യുന്നത്. ഈ അടുത്തിടയിൽ ഒരു കടയിലെ സംഭാഷണത്തിനിടയിൽ ഞാൻ കയറി ചെല്ലുകയുണ്ടായി. അതിലൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പരിചയക്കാരനോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് കേൾക്കാനിടയായത്. അദ്ദേഹം പണ്ട് പഠിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും രാത്രിയിൽ പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ സകല ജോലികളും ചെയ്ത് അമ്മയെ അച്ഛനോട് അനുവാദം ചോദിക്കുന്നതിന് വേണ്ടി ചട്ടം കെട്ടി കാത്തിരിക്കും. അച്ഛൻ വീട്ടിലെ വരുമാനത്തിൻ്റെ ശ്രോതാവായ പിതാവ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി മടങ്ങി വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിക്കുന്ന സമയത്ത് മകൻ ചട്ടം കെട്ടിയ അമ്മ അച്ഛനോട് വന്ന് ഭയഭക്തി ബഹുമാനത്തോടു കൂടി വന്ന് അച്ഛനോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്നു, അതെ, നമ്മുടെ മകന് ഉത്സവത്തിന് പോയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്നടുത്ത് പരിപാടിയുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്, അപ്പം മോനൊന്ന് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുമ്പോൾ അച്ഛൻ കണ്ണുരുട്ടിക്കൊണ്ട് തൻ്റെ അമ്മയോട് പലതവണയും പറയുന്നത് കേട്ടിട്ടുണ്ട്, കയറി പൊയ്ക്കോണം. അത് അപ്പോൾ ആ സമയത്ത് അയാൾക്ക് അത് മനസ്സിലായില്ല എങ്കിലും, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞത്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ, ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തം, അത് അടുത്ത തലമുറ തൻ്റെ മകനിലൂടെ അവർക്കും ബോധ്യമാവണം. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും കിട്ടിയ ഉപദേശങ്ങൾ, പഠിച്ച പാഠങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചത്. ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞെങ്കിലും പിന്നീട് ഉത്സവത്തിനും പരിപാടികൾക്കും ഒക്കെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി വീട്ടിലുണ്ട്. പിന്നെ അവർ ഒരുമിച്ച് ആ പരിപാടികളൊക്കെ കാണാനും ഒറ്റനൊക്കെ പോയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം മാത്രമല്ല, പുതുതലമുറയിലുള്ള എല്ലാ വ്യക്തികളും രക്ഷിതാക്കൾ അവിടെ ഉമ്മറത്തിരിക്കും, അവരോട് അനുവാദം പോലും ചോദിക്കില്ല. നീ എവിടെ പോകുന്നു? അതെ, ഞാൻ ഉത്സവമുണ്ട്, അങ്ങോട്ട് പോവാം.
ആ ഒരു കാലത്തിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി വൈകിയും ഭക്ഷണശാലകളിൽ സമയം ചെലവഴിക്കുന്ന കുട്ടികളാണ്. എവിടെയൊക്കെയോ ചില താളപ്പിഴകൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബ അന്തരീക്ഷം, കുടുംബത്തിലെ രക്ഷിതാക്കൾ ഇതെല്ലാം മനസ്സിലാക്കണം. സാംസ്കാരിക നായകന്മാർ മുന്നോട്ട് വരണം. പണ്ടൊക്കെ നമ്മുടെ നാട്ടുകളിൽ ക്ലബ്ബുകളും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പുതുതലമുറയിലെ കുട്ടികളെ അവരിൽ അന്തർലീനമായ സർഗവാസനകളെ കണ്ടെത്തിക്കൊണ്ട് അത് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ക്ലബ്ബുകളും സാംസ്കാരിക പ്രവർത്തകരും തയ്യാറായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഇപ്പോഴത്തെ സമൂഹം മാറിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തായാലും പട്ടണങ്ങളിലായാലും ഇത്തരത്തിലുള്ള സാംസ്കാരിക ക്ലബ്ബുകളൊന്നും വലുതായിട്ടില്ല. ആരും തന്നെ പുതുതലമുറയിലെ കുട്ടികളെ മനസ്സിലാക്കാനോ അവരെ സംരക്ഷിക്കാനോ അവർ നാളത്തെ സമൂഹത്തിൻ്റെ വഴികാട്ടികളാണെന്ന് മനസ്സിലാക്കാനോ ആർക്ക് വേണ്ട നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകാനോ തയ്യാറായി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വരാൻ പോകുന്നത് വലിയ വിപത്താണ്. അപ്പോൾ പുതുതലമുറയിലെ കുട്ടികൾക്ക് ഇനിയെങ്കിലും ഒരു സംരക്ഷണം നൽകാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ സംഘടനകൾ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി.